ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഒരുപാട് കാലമായി നമ്മൾ ട്രാൻസാക്ഷൻ്റെ ക്ലാസ് എടുത്തത്. നിങ്ങൾക്ക് സെക്കൻഡ് സെം എല്ലാ ദിവസവും ക്ലാസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുക്കാണ്ട് അങ്ങനെ നിന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സമയം കിട്ടുമ്പോൾ അത് കാണുക കേട്ടോ. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഓക്സിലറി വേർബ്സ്. Auxiliary verbs divided into two groups. First one is primary auxiliary, second one is modal auxiliary. Primary auxiliaries are am, is, are, was, were, do, does, did, has, have, had. So again, am, is, are, was, were, do, does, did, has, have, had. Then we have modal auxiliary. അതൊക്കെയാണ് ഷാള്, ഷുഡ്, വില്ല്, വുഡ്, ക്യാന്, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ought to, dare, used to, need. Once more, shall, should, will, would, can, could, may, might, must, ought to, dare, used to, need. These are modal auxiliaries. അപ്പം ഈ ഓക്സിലറി വെർബ്സ് നിങ്ങൾക്ക് ഇനി ഞാൻ ഒരു കാര്യം കൂടെ എടുക്കാനുണ്ട്. നെഗറ്റീവ് ആക്കാനും ക്വസ്റ്റ്യൻ ആക്കാൻ സമയത്ത് നിങ്ങൾക്ക് പ്രൈമറി ഓക്സിലറി വേണം. അതുകൊണ്ടാണ് അതെടുത്തത്. നിങ്ങളുടെ ബുക്കിൽ മോഡൽ ഓക്സിലറീസ് മാത്രമേ ഉള്ളൂ. പേജ് നമ്പർ 80. Say whether the following sentences are correct or not. Justify your answers. I may not be here this evening. തെറ്റാണ്. You do not must open the door. അതും തെറ്റാണ്. must not എന്നൊക്കെ വെക്കുക. do not must അതുകൊണ്ടാണ് നോട്ട് വെച്ചുകൊണ്ടാണ്. ലാസ്റ്റ് ഇയർ I must work on Saturdays. അത് തെറ്റാണ്. You have better to go home now. അത് ശരിയാണ്. Would you like coming out with us? അത് ശരിയാണ്. I should have to told you everything. അത് തെറ്റാണ്. Where did you use to live? ശരിയാണ്. When do you have to leave? അതും ശരിയാണ്. ഇനി മോഡൽ ഓക്സിലറീസിൽ നിങ്ങൾക്ക് ബേസിക് മോഡൽ ഓക്സിലറീസ് ഞാൻ പറഞ്ഞു തന്നതാണ്. ക്യാന്, കുഡ് അങ്ങനത്തെ സാധനങ്ങളാണ്. ഫ്രേസൽ മോഡൽ ഓക്സിലറീസ് നിങ്ങൾ ബുക്കിൽ 81 നീഡ് ടു, ഹാവ് ടു, ബി ഏബിൾ ടു, ബി ഗോയിങ് ടു, ബി സപ്പോസ് ടു, ഹാവ് ടു, ഗോ ടു, യൂസ്ഡ് ടു. ഇത് നിങ്ങൾ അത്ര കൺഫ്യൂസിങ് ആണ് നോക്കണ്ട. മോഡൽ ഓക്സിലറീസ് ഓർത്ത് വെക്കുക. പിന്നെ മോഡൽ ഓക്സിലറീസ് V1 ഉപയോഗിക്കാൻ പാടും. നമ്മൾ V1 എസ് ഫോമും പാസ് ഫോമൊന്നും V3 ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല കേട്ടോ. V1 മാത്രമേ ഉപയോഗിക്കുള്ളൂ. അത് ഞാൻ ഷോർട്ടാക്കി ഇങ്ങനെ പറഞ്ഞു തരാണ്. ഇനി പൊളൈറ്റ് റിക്വസ്റ്റ് വിത്ത് ഐ സബ്ജക്റ്റ്. പൊളൈറ്റ് റിക്വസ്റ്റ് നമ്മൾ ഐ ആണ് സബ്ജക്റ്റായിട്ട് വരുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് മേയും കുഡും ക്യാനും ആണ്. മേ ഐ ബോറോ യുവർ പെൻ, കുഡ് ഐ ബോറോ യുവർ പെൻ, ക്യാൻ ഐ ബോറോ യുവർ പെൻ. പ്ലീസ് എന്ന് വെച്ചാൽ റിക്വസ്റ്റ് അല്ല, അതുകൊണ്ടാണ് പ്ലീസ് കേട്ടോ. മേ ഐ പ്ലീസ് ബോറോ യുവർ പെൻ, മേ ഐ ബോറോ യുവർ പെൻ, കുഡ് ഐ ബോറോ യുവർ പെൻ, ക്യാൻ ഐ ബോറോ യുവർ പെൻ. ഇത് 3 പറഞ്ഞാലും ശരിയാണ്. ഓക്കെ. അടുത്തത് പൊളൈറ്റ് റിക്വസ്റ്റ് വിത്ത് യു ആണെങ്കിൽ വില്ല്, വുഡ്, ക്യാന്, കുഡ്. അതിൽ വുഡാണ് കൂടുതൽ ഉപയോഗിക്കുക. വില്ല്, വുഡ്, കുഡ്, ക്യാന്. വുഡ് യു പാസ് ദ സോൾട്ട്, വിൽ യു പാസ് ദ സോൾട്ട്, കുഡ് യു പാസ് ദ സോൾട്ട്. കണ്ടില്ലേ? അങ്ങനെ ഉപയോഗിക്കാം. ക്യാൻ യു പാസ് ദ സോൾട്ട്. അങ്ങനെയൊക്കെ വുഡ് യു പാസ് ദ സോൾട്ട്, വിൽ യു പാസ് ദ സോൾട്ട്, കുഡ് യു പാസ് ദ സോൾട്ട്, ക്യാൻ യു പാസ് ദ സോൾട്ട്. ഇതൊക്കെ പറഞ്ഞാലും ശരിയാണ്. നെക്സ്റ്റ് വൺ പൊളൈറ്റ് റിക്വസ്റ്റ് വിത്ത് വുഡ് യു മൈൻഡ്. പൊളൈറ്റ് റിക്വസ്റ്റ് നമുക്ക് വുഡ് യു മൈൻഡ് വെച്ച് ചെയ്യാം. വുഡ് യു മൈൻഡ് ഇഫ് ഐ ക്ലോസ് ദ വിൻഡോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വുഡ് യു മൈൻഡ് എന്നുള്ള ടേം. വുഡ് യു മൈൻഡ് ഇഫ് ഐ ക്ലോസ് ദ വിൻഡോ. പ്രശ്നമൊന്നുമില്ല, വിൻഡോ അടച്ചോട്ടെ. വുഡ് യു മൈൻഡ് ഇഫ് ഐ യൂസ്ഡ് ടു ഫോൺ. യൂസ്ഡ് ദ ഫോൺ. ഞാൻ ഫോൺ ഉപയോഗിക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. ആസ്കിങ് സംവൺ ടു ഡു സംതിങ്. വുഡ് യു മൈൻഡ് ക്ലോസിങ് ദ വിൻഡോ. അപ്പോഴും നമുക്ക് വുഡ് യു മൈൻഡ് ഉപയോഗിക്കാം. വുഡ് യു മൈൻഡ് റിപ്പീറ്റിംഗ് ദാറ്റ്. ഇതിനൊക്കെ നമ്മൾ വുഡ് യു മൈൻഡ് ഉപയോഗിക്കും. പൊളൈറ്റ് റിക്വസ്റ്റിന് വുഡ് യു മൈൻഡ് ഉപയോഗിക്കും. ആസ്കിങ് സംവൺ ടു ഡു സംതിങ്. ആരോടെങ്കിലും ഇന്ന കാര്യം ചെയ്യുമോ എന്ന് പറയാനും ചോദിക്കാനും നമുക്കെന്ത് ഉപയോഗിക്കാം? വുഡ് യു മൈൻഡ് ഉപയോഗിക്കാം. വുഡ് യു മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. പിന്നെ അതർ മോഡൽ വേർബ്സ് പേജ് നമ്പർ 83 ഹാവ് ടു, ഹാവ് ഗോട്ട് ടു, നീഡ് ടു, മസ്റ്റ്, ആർ യൂസ്ഡ് ടു എക്സ്പ്രസ് ഒബ്ലിഗേഷൻസ്. ഒബ്ലിഗേഷൻ ആണ് നിർബന്ധം, കമ്പൽഷൻ എന്നൊക്കെ പറയില്ലേ, നിർബന്ധമായിട്ട് ചെയ്യുന്നതിനാണ് പറയുന്നത്. ഹാവ് ടു, ഹാവ് ഗോട്ട് ടു, നീഡ് ടു, മസ്റ്റ്, ആർ യൂസ്ഡ് ഫോർ ഒബ്ലിഗേഷൻ. മറന്നു പോയത് മക്കളെ, ഓർത്ത് വെക്കണം. ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻസ്. യു മസ്റ്റ് ഗെറ്റ് ടു വർക്ക് ബൈ 9 o'clock. മസ്റ്റ് ഗെറ്റ് ടു വർക്ക്, എത്തണം എന്നുള്ളതാണ്. യു നീഡ് ടു വെയർ ദ റൈറ്റ് ക്ലോത്ത്സ്. നല്ല വസ്ത്രം ധരിച്ചിരിക്കണം. യു ഹാവ് ടു യൂസ് ദ കീ കോഡ് ടു ഗെറ്റ് ഇൻ ടു ദ ബിൽഡിംഗ്. യു ഹാവ് ടു യൂസ്, ഉപയോഗിച്ചിരിക്കണം. കീ കോഡ് ഉപയോഗിച്ചാൽ ബിൽഡിങ്ങിൽ കയറും. യു ഹാവ് ടു ഗോ ടു ലീവ് ദ ബിൽഡിംഗ് ഇഫ് യു ഹിയർ ദ ഫയർ അലാം. എല്ലാം കേട്ടാൽ നീ അവിടുന്ന് ലീവ് ചെയ്യണം. ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ആ ടേംസ് അതൊക്കെയാണ്. വെൻ വി എക്സ്പ്രസിങ് യുവർ ഓൺ ഒപ്പീനിയൻ, നോട്ട് ജനറൽ റൂൾ ഓർ ലോ, വി യൂസ് മസ്റ്റ്. യു മസ്റ്റ് ഹറി, ഐ ആം ഗോയിങ് ടു റൈൻ. ഐ ആം ഗോയിങ് ടു. യു മസ്റ്റ് ഹറി, സോറി, ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മസ്റ്റാണ് ഉപയോഗിക്കുക. എന്ത്? പിന്നെ എക്സ്പ്രസിങ് യുവർ ഓൺ ഒപ്പീനിയൻ, നോട്ട് ജനറൽ റൂൾ. നമ്മളെ ഒപ്പീനിയനോ അല്ലെങ്കിൽ ജനറൽ റൂളോ അല്ല നമ്മൾ പറയുന്നത്. വി മസ്റ്റ് യൂസ് മസ്റ്റ്. ഓക്കെ.
അടുത്തത് പ്രൊഹിബിഷൻ, എന്താണ്, പാടില്ല, അത് വിരുദ്ധമാണെന്ന് പറയുന്നത്. ടു സേ ദ ഒബ്ലിഗേഷൻ നോട്ട് ഡു സംതിങ് വി മസ്റ്റിൻറ്റ് എന്ന് ഉപയോഗിക്കുക. എന്താണ്, കസ്റ്റമേഴ്സ് മസ്റ്റ് നോട്ട് ബ്രിങ് പെറ്റ് ഇൻ ടു ദ ഷോപ്പ്, മസ്റ്റ് നോട്ട് ബ്രിങ്. ഓക്കെ, മനസ്സിലായില്ലേ, പ്രൊഹിബിഷൻ ആണ്. യു മസ്റ്റിൻറ്റ് പ്ലേ വിത്ത് ഫെയർ, കളിക്കാൻ പാടില്ല. ലാക്ക് ഓഫ് ഒബ്ലിഗേഷൻ, ടു സേ ദാറ്റ് സംതിങ് ഈസ് നോട്ട് കമ്പൽസറി വി യൂസ് നീഡ് നോട്ട്, ഡോണ്ട് നീഡ് ടു, ഡോണ്ട് ഹാവ് ടു. ഈ 3 വേർഡ്സ് ഉപയോഗിക്കുക. ലാക്ക് ഓഫ് ഒബ്ലിഗേഷൻ, നീഡ് നോട്ടും ഡോണ്ട് നീഡ് ടു ഡോണ്ട് ഹാവ് ടു. എംപ്ലോയീസ് നീഡ് നോട്ട് സ്റ്റേ അൻറ്റിൽ 6 PM, നീഡ് നോട്ട് സ്റ്റേ ചെയ്യാൻ പാടില്ല. ദേ നീഡ് നോട്ട് അറൈവ് അൻറ്റിൽ 8 AM, അങ്ങനെ അറൈവ് ചെയ്യാനും പാടില്ല. വി ഡോണ്ട് ഹാവ് ടു വർക്ക് അറ്റ് ദ വീക്കെൻഡ്, നമുക്ക് വീക്കെൻഡിൽ വർക്ക് ചെയ്യാൻ പാടില്ല. അപ്പം നീഡ് നോട്ട് ഡോണ്ട് നീഡ് നോട്ട് അല്ല, നീഡ് നോട്ട്, ഡോണ്ട് നീഡ് ടു, ഡോണ്ട് ഹാവ് ടു. വേർഡ് ഓർത്ത് വെക്കണേ, കുറച്ച് കൺഫ്യൂസിങ് ആണ്. നെക്സ്റ്റ് റെക്കമെൻഡേഷൻ, ടു റെക്കമെൻഡ് സംതിങ് ബിക്കോസ് ഇറ്റ് ഈസ് ബെറ്റർ ഓർ റൈറ്റ് വി യൂസ് ഹാഡ്, ബെറ്റർ, ഷുഡ്. 2 വേർഡ്സ്, ഹാഡ് ബെറ്ററും ഷുഡും റെക്കമെൻഡേഷനാണ്. വി ഹാഡ് ബെറ്റർ ടു ഗെറ്റ് ദ സിനിമ ഏർലി, വി ഷുഡ് ബൈ അവർ ടിക്കറ്റ് ഇൻ അഡ്വാൻസ്. ഹാഡ് ബെറ്ററും ഷുഡും നമ്മൾ ഉപയോഗിക്കുന്നത് റെക്കമെൻഡേഷൻ. ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. ഹാഡ് ബെറ്റർ, വി ഷുഡ് ഫോർ റെക്കമെൻഡേഷൻ. നെക്സ്റ്റ് ഫ്രണ്ട്ലി വാർണിംഗ് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ഹാഡ് ബെറ്റർ നോട്ട്, ഷുഡ് നോട്ട്. ഹാഡ് ബെറ്റർ നോട്ട്, ഷുഡ് നോട്ട്. യു ഹാഡ് ബെറ്റർ നോട്ട് ഫോർഗോട്ട് മൈ ബർത്ത്ഡേ, മറക്കാതിരിക്കുന്നതല്ലേ നല്ല, എൻ്റെ ബർത്ത്ഡേ മറക്കരുത് കേട്ടോ. യു ഹാഡ് ബെറ്റർ നോട്ട് ഫോർഗോട്ട്. യു ഷുഡിൻറ്റ് ഈറ്റ് സോ മച്ച് സോൾട്ട്, യു ഷുഡ് നോട്ട്. ഓക്കെ, യു ഷുഡ് നോട്ട് ഓർ ഹാഡ് ബെറ്റർ നോട്ട് അല്ലെങ്കിൽ ഷുഡ് നോട്ട് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്, ഫ്രണ്ട്ലി വാർണിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. ഇനി എക്സസൈസ് നമ്പർ, റീഡ് ദ ഫോളോയിങ് ടെക്സ്റ്റ് ആൻഡ് അണ്ടർലൈൻ ദ വെർബ്സ് ദാറ്റ് എക്സ്പ്രസ് ആൻ ഒബ്ലിഗേഷൻ, റെക്കമെൻഡേഷൻ, ലാക്ക് ഓഫ് ഒബ്ലിഗേഷൻ, പ്രൊഹിബിഷൻ അക്കോർഡിംഗ് ടു എക്സ്പ്ലനേഷൻ ഗിവൻ എബോവ്. ഓക്കെ, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. അതിൽ ബുക്കിൽ കൊടുത്ത് നീഡ് ടു ഗെറ്റ് എന്നുള്ളത് ഒബ്ലിഗേഷൻ എക്സാമ്പിളാണ്. നീഡ് ടു ഗെറ്റ് എന്നുള്ളത് ഒബ്ലിഗേഷൻ. ഷുഡ് ലൂസ് എന്നുള്ള റെക്കമെൻഡേഷൻ ആണ്. ഹാസ് ടു ഗോ എന്നുള്ള ഒബ്ലിഗേഷൻ ആണ്. ഷുഡിൻറ്റ് ഈറ്റ് എന്നുള്ള ഫ്രണ്ട്ലി വാർണിംഗ് ആണ്. മസിൻ ഗോ എന്നുള്ളത് പ്രൊഹിബിഷൻ ആണ്. ഹാസ് ടു ഡ്രിങ്ക് എന്നുള്ള ഒബ്ലിഗേഷൻ ആണ്. ഡസ് നോട്ട് ഹാവ് ടു ബൈ എന്നുള്ള ലാക്ക് ഓഫ് ഒബ്ലിഗേഷൻ ആണ്. ഡസിൻറ്റ് ഹാവ് ടു കട്ട് എന്നുള്ള ലാക്ക് ഓഫ് ഒബ്ലിഗേഷൻ ആണ്. മസ്റ്റ് സ്റ്റോപ്പ് എന്നുള്ള ഒബ്ലിഗേഷൻ ആണ്. ഹാഡ് ബെറ്റർ ഷെയർ അപ്പ് എന്നുള്ള റെക്കമെൻഡേഷൻ ആണ്. ഒന്നുകൂടെ പറയാം, നീഡ് ടു ഗെറ്റ് എന്നുള്ളത് ഒബ്ലിഗേഷൻ, ഷുഡ് ഐ ലൂസ് എന്ന റെക്കമെൻഡേഷൻ, ഹാസ് ടു ഗോ എന്നുള്ള ഒബ്ലിഗേഷൻ, ഷുഡിൻറ്റ് ഈറ്റ് എന്നുള്ള ഫ്രണ്ട്ലി വാർണിംഗ്, mustn't get എന്നുള്ള പ്രൊഹിബിഷൻ, ഹാസ് ടു ഡ്രിങ്ക് എന്നുള്ള ഒബ്ലിഗേഷൻ, ഡസിൻറ്റ് ഹാവ് ടു ബൈ എന്നുള്ള ലാക്ക് ഓഫ് ഒബ്ലിഗേഷൻ, ഡസിൻറ്റ് ഹാവ് ടു കട്ട് എന്നുള്ള ലാക്ക് ഓഫ് ഒബ്ലിഗേഷൻ, മസ്റ്റ് സ്റ്റോപ്പ് എന്നുള്ള ഒബ്ലിഗേഷൻ, ഹാഡ് ബെറ്റർ ഷേപ്പ് അപ്പ് എന്നുള്ളത് റെക്കമെൻഡേഷൻ എക്സാമ്പിളാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേറെ എക്സാമ്പിൾ, എക്സസൈസ് നമ്പർ 2, മേക്ക് ക്വസ്റ്റ്യൻ വിത്ത് ക്യാൻ ഐ, കുഡ് ഐ, ഡിഡ്, ഹാവ് ടു എന്ന് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. യു ലേൺ അറബിക് അറ്റ് സ്കൂൾ, അറബിക് അറ്റ് സ്കൂൾ എന്നുള്ളതിൽ അറബിക് അറ്റ് സ്കൂൾ, യു ലേൺ അറബിക് അറ്റ് സ്കൂൾ, ഡിഡ് യു ഹാവ് ടു ലേൺ അറബിക് അറ്റ് സ്കൂൾ, യു ലേൺ അറബിക് അറ്റ് സ്കൂൾ എന്ന് ക്വസ്റ്റ്യൻ ആക്കണം. അപ്പോൾ ഡിഡ് യു ഹാവ് ടു ലേൺ അറബിക് അറ്റ് സ്കൂൾ, ലെൻഡ് മീ യുവർ പെൻ, ക്യാൻ ഐ ബോറോ യുവർ പെൻ പ്ലീസ്, അതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ചെയ്യാം, ഐ വാണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ, വുഡ് യു ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ, അല്ലേ ക്വസ്റ്റ്യൻ, കുഡ് യു ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ, അഹമ്മദ് പ്ലേ ഫോർ ഹിസ് ലെസൺസ്, Ahmad have to play for his lessons. I need to say your calculator. Can I use your calculator? You show your passport at the airport. And then did you have to show your passport at the airport? Lend me your newspaper. Could you borrow your newspaper? Children walk home. Did the children have to walk home? Walk home. You wait a long time for the train. Did you have to wait a long time for the train? Did you have to wait? Rani cooked a supper last night. Did Rani have to cook supper last night? I want to take your photo. Could I take your photo? I am going to turn on the TV. Can I turn on the TV? Okay. ഇതാണ്. പിന്നെ എക്സസൈസ് 3 ഉണ്ട്. Put the beginners and ends together. Do, does, have to, one is done for you. I am a swimming teacher. I am a swimming teacher. അതിൻ്റെ ആൻസർ, ഡു യു ഹാവ് ടു ടീച്ച് സ്മോൾ ചിൽഡ്രൻ, അല്ലേ? ഐ ആം എ സ്വിമ്മിങ് ടീച്ചർ എന്നുള്ളത് അതിന് ഇ ആണ് ഓപ്ഷൻ വരിക. ഡു യു ഹാവ് ടു ടീച്ച് സ്മോൾ ചിൽഡ്രൻ.
അടുത്തത് ഹിയർ ഈസ് എ വർക്ക് ഫോർ എ യു ആൻഡ് താര. അതിനെന്താണ്? വി ഹാവ് ടു ഫിനിഷ്. എ ആണ് അതിൻ്റെ ആൻസർ. അടുത്തത് 3, ഐ വാണ്ട് യു ടു ഗോ ടു യുവർ ഓൺസ് പാർട്ടി. അതിൻ്റെ ആൻസർ ഡി ആണ്. ഡു ഐ ഹാവ് ടു സ്റ്റേ അൺടിൽ ദ എൻഡ്. ഡു ഐ ഹാവ് ടു സ്റ്റേ അൺടിൽ ദ എൻഡ്. 4, രാജ ആൻഡ് ശ്യാം വർക്ക് ഫോർ ബ്രിട്ടീഷ് ഫേം. അതിൻ്റെ ആൻസർ ബി ആണ്. ഡസ് ദേ ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഓൾ ദ ടൈം. ഓക്കെ, ഇനി 5-മത്തത് റഹീം വർക്ക്സ് അറ്റ് ഫർണിച്ചർ കമ്പനി. അതിൻ്റെ ആൻസർ സി ആണ്. എന്താണ്? ഡസ് ഹി ഹാവ് ടു വർക്ക് ഫോർ 12 hours എ ഡേ. അത് അങ്ങനെയുള്ളൂ. 1-ൻ്റെത് ഇ ആണ്, 2-ൻ്റെത് എ ആണ്, 3-ൻ്റെ ഡി ആണ്, 4-ൻ്റെത് ബി ആണ്, 5-ൻ്റെത് സി ആണ്. അതിൽ എക്ക് നമ്മൾ വി ഹാവ് ടു എന്ന് കൂട്ടി കൊടുക്കണം. ബിക്ക് ഡസ് ദേ ഹാവ് ടു സ്പീക്ക് വെച്ച് കൊടുക്കണം. അടുത്തതിന് സിക്ക് ഡസ് ഹി ഹാവ് ടു വർക്ക് എന്ന് വെച്ച് കൊടുക്കണം. ഡിക്ക് നമ്മൾ ഡു ഐ ഹാവ് ടു എന്ന് വെച്ച് കൊടുക്കണം. ലാസ്റ്റിന് പിന്നെ തന്നിട്ടുണ്ട് ഡു യു ഹാവ് ടു ടീച്ച് സ്മോൾ ചിൽഡ്രൻ എന്നുള്ളതിൽ തന്നിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഒരു ഭാഗം കൂടെ ബാക്കിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ നെഗറ്റീവ് ആക്കലും ക്വസ്റ്റ്യൻ ആക്കലും എങ്ങനെ ഒരു സെൻറ്റൻസിന് വെച്ചിട്ട് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ.